ക്യാൻസർ മൂന്നാം ഘട്ടത്തിലാണ്. ഉടൻ കീമോ തുടങ്ങണം. രോഗവിവരം വെളിപ്പെടുത്തി രേണുസുതി. മാമോഗ്രാമിലും സംശയം തോന്നിയപ്പോഴാണ് ബയോപ്സി ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ. അതിൻ്റെ റിസൾട്ടും ഞാൻ ഒറ്റയ്ക്ക് ചെന്നാണ് മേടിച്ചത്. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് പോയി 2-3 ദിവസം ഭദ്രമായി വെച്ചിട്ട് ഞാനൊരു മനുഷ്യനോട് പറഞ്ഞില്ല. എല്ലാവർക്കും നമസ്കാരം. ഒരു വിഷമകരമായ വാർത്തയാണ് ഇന്ന് പുറത്തുവിടുന്നത്. ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിച്ചിരുന്ന വാർത്തകൾ ശരിവെച്ച് രേണു തന്നെ രംഗത്തെത്തി. തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്നും രോഗം ഇപ്പോൾ മൂന്നാം ഘട്ടത്തിലാണെന്നും രേണുസുതി സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകൻ ഫിറോസ് രേണുവിൻ്റെ രോഗവിവരം പങ്കുവച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് വിശദീകരണവുമായി രേണു നേരിട്ട് എത്തിയത്. എനിക്ക് ക്യാൻസറാണ്. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരിൽ നിന്ന് ഞാനത് മറച്ചുവെച്ചു. പക്ഷേ ഇപ്പോൾ അത് പറയാൻ സമയമായി എന്ന് തോന്നുന്നു. പല തെറ്റിദ്ധാരണകളും ആളുകൾക്കുണ്ട്. ഇത് ദുബായിൽ വെച്ചാണ് സ്ഥിരീകരിച്ചതെന്ന് പലരും കരുതുന്നു. എന്നാൽ അങ്ങനെ തീരെയല്ല. ആദ്യമായി ബ്രസ്റ്റിൽ ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ആ മുഴയാണ് ഇപ്പോൾ ക്യാൻസർ ആയിരിക്കുന്നത്, രേണുസുതി വെളിപ്പെടുത്തി. ഇനി എൻ്റെ ഹൃദയത്തിനെ ഓർത്ത് ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നാണ് രേണുസുതി പറയുന്നത്. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ ആയിരുന്നു രേണുവിൻ്റെ തൻ്റെ ആരോഗ്യവിവരത്തെക്കുറിച്ച് പങ്കുവച്ചത്. ഇപ്പോഴത്തെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ് രേണുസുതി. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് രേണുസുതി ഇങ്ങനെ പറയുന്നത്. ഞാനൊരു പോരാളിയാണ്. ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഹൃദയത്തിനെ ഓർത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രേണുസുതി തൻ്റെ ചിത്രത്തിനൊപ്പം കുറിച്ചു. നിരവധി പേരാണ് രേണുസുതിക്ക് പിന്തുണയും ധൈര്യവും പകർന്ന് രംഗത്തെത്തിയത്. തൻ്റെ 15-ാം വയസ്സിൽ കണ്ടെത്തിയ ഒരു മുഴയാണ് പിൽക്കാലത്ത് ക്യാൻസറായി രൂപപ്പെട്ടതെന്നാണ് രേണുസുതി ഇന്നലെ പറഞ്ഞത്. അന്നേ വേണ്ട ചികിത്സ നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു രോഗാവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നുവെന്നും ഇപ്പോൾ രോഗം അതിൻ്റെ 4-ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയെന്നും അവർ പറഞ്ഞിരുന്നു. എനിക്ക് ക്യാൻസറാണ്. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ നിന്ന് ഞാനത് മറച്ചുവെച്ചു. പക്ഷേ ഇപ്പോൾ പറയാൻ സമയമായത് കൊണ്ടാണ് പറയുന്നത്. പല തെറ്റിദ്ധാരണകളും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കിയില്ല. 15-ാം വയസ്സിൽ കണ്ട മുഴ കാര്യമാക്കിയെടുത്തില്ല. അന്ന് എടുത്താൽ മതിയായിരുന്നു. വീട്ടുകാരോടും പറഞ്ഞില്ല. കുറേ നാൾ കഴിഞ്ഞ് ഡിപ്ലോമയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീട്ടുകാർ ഇത് അറിഞ്ഞത്. എൻ്റെ വീട്ടുകാർ എന്നെ അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 15-16 വർഷം മുമ്പത്തെ കാര്യമായിരുന്നു. അന്ന് ബയോപ്സി ചെയ്തിരുന്നു. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതിങ്ങനെ വെക്കരുത് എന്നായിരുന്നു. ഇപ്പോൾ വലിയ പ്രശ്നമില്ലെങ്കിൽ ഭാവിയിൽ ക്യാൻസർ ആയേക്കുമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അത് കുറച്ച് പെയിൻഫുള്ളായിരുന്നു. ആ ഒരു പേടി കാരണം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം ഒരിക്കൽ ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്കാനിങ് റിസൾട്ട് കണ്ട് സംശയം തോന്നിയപ്പോൾ മോമോഗ്രാം ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. മോമോഗ്രാമിലും സംശയം തോന്നിയപ്പോഴാണ് ബയോപ്സി ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ റിസൾട്ടും ചെന്ന് ഞാൻ ഒറ്റയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാൻസറാണെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ടുവന്ന് 2-3 ദിവസം ഭദ്രമായി വെച്ചിട്ട് ഒരു മനുഷ്യനോടും ഒന്നും പറഞ്ഞില്ല. ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നെ മെഡിക്കൽ കോളേജിലും പരിശോധിച്ചു. മെഡിക്കൽ കോളേജിലും ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. 3-ാമത്തെ സ്റ്റേജ് കഴിയുന്ന ഘട്ടമായെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി 4-ാം സ്റ്റേജിലേക്ക് കീമോതെറാപ്പി തുടങ്ങണം എന്ന് പറഞ്ഞു. അത് ഉടനെ തുടങ്ങും എന്നായിരുന്നു രേണുവിൻ്റെ വാക്കുകൾ. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്വന്തം രേണുസുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കാതോർത്തിരിക്കുക രേണുവിൻ്റെ പുതിയ ന്യൂസുകൾക്കായി. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് നമുക്ക് രേണുവിനായി പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.